പക്ഷെ ശരിക്കും യേശു ജനിച്ചത് December 25th അല്ല. ക്രിസ്മസ് 25th യേശു ജനിച്ചത് December 25th അല്ല. സോ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡേ. നമ്മൾ പറഞ്ഞ പോലെ അൺസർട്ടൺ ആയിട്ട് നിൽക്കുകയാണ്, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദി ഇവന്റ്സ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെപ്പർ ആയാലും ഗുജറാത്തിൽ നിന്ന് കോട്ടൺ ആയാലും അത് എത്യോപ്യയിലോട്ട് വരും. എത്യോപ്യയിലെ യെരുശലേമിലോട്ട് പോകും. യെരുശലേമിൽ നിന്നാണ് അത് റോമിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ട്രേഡ് സെന്റർ. ട്രീസ് പണ്ട് തൊട്ട് ഉണ്ടായതാണ്. ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പ് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സെലിബ്രേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ദ ലോങ്സ്റ്റ് നൈറ്റ് ഓഫ് ദി ഇയർ. അന്ന് പണ്ടത്തെ ആൾക്കാരെല്ലാം വിചാരിച്ചത് അന്ന് സൂര്യന് സുഖമില്ലാതായി പോയതാണ്. അപ്പൊ അവര് സൂര്യനെ ഓർപ്പിക്കാൻ വേണ്ടി പച്ചപ്പുള്ള കുറെ ചെടികളോട് നോക്കി പച്ച ചെടി വെച്ച് റീത്തുണ്ടാക്കി ഡോറിന്റെ ഫ്രണ്ടിൽ. അതാണ് ഇതിന്റെ ട്രഡീഷൻ. അപ്പൊ അത് കാണുമ്പോ സൂര്യൻ തിരിച്ചു വരുന്ന ഒരു വിചാരം. അതാണ് ക്രിസ്മസ് ട്രീത്തിന്റെ ബാക്കിലെ ക്രിസ്മസ് ട്രീത്തിന്റെ ചരിത്രം അതാണ്. പക്ഷെ ട്രീയുടെ ചരിത്രം അതല്ല. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ട്രഡീഷൻ ഉണ്ടെങ്കിലും ഇത് ഇത്ര പോപ്പുലറൈസ് ചെയ്തത് മാർട്ടിൻ ലൂതർ. ഒരു ദിവസം മാർട്ടിൻ ലൂതർ ഒരു വിന്റർ നൈറ്റ് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് മരങ്ങളുടെ ഇടയിൽ നക്ഷത്രങ്ങളെ കണ്ട് അതിന്റെ സൗന്ദര്യം വീട്ടുകാരോട് പറയാൻ വേണ്ടി ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തത് ആ ട്രഡീഷൻ ആ കമ്മ്യൂണിറ്റി എല്ലാവരും ഫോളോ ചെയ്യും. ലൂതറൻസ് എല്ലാം ഫോളോ ചെയ്യും. ജർമ്മനിയിൽ ഇതൊരു വലിയൊരു ട്രഡീഷനായിരുന്നു. ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റൻസ് വന്ന് ഒലിവർ ക്രോംവെൽ കുറച്ച് നാള് റൂൾ ചെയ്ത സമയത്ത് ഇതെല്ലാം ബാൻ ചെയ്തു. പക്ഷെ അതിനുശേഷം കിങ് ചാൾസ് II വന്നപ്പോ വീണ്ടും വീണ്ടും തിരിച്ചു വന്നു. എന്നാൽ പോലും ഈ ട്രീസിന്റെ ട്രഡീഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ക്വീൻ വിക്ടോറിയയുടെ സമയത്താണ് ഇതെല്ലാം അവിടെയും പോപ്പുലറായി തുടങ്ങിയത്. ക്വീൻ വിക്ടോറിയയുടെ ഹസ്ബൻഡ് ഒരു ജർമ്മൻ വ്യക്തിയാണ്, പ്രിൻസ് ആൽബർട്ട്. പ്രിൻസ് ആൽബർട്ടിനോട് ക്വീൻ വിക്ടോറിയ ചോദിച്ചു, നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള പോലെ ഇവിടെയും ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ കാണിച്ചു. അത് അന്നത്തെ എലീറ്റ് ആൾക്കാർ വായിക്കുന്ന മാഗസീനിൽ അതിന്റെ പിക്ചർ വന്നു. അത് കണ്ടപ്പോ എല്ലാവരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെയാണ് ട്രീ എല്ലായിടത്തും ഇത്ര പോപ്പുലർ ആയി. ആക്ച്വലി ഇത് വിന്റർ സോൾസ്റ്റിസ് തന്നെയാണ് December 25th ക്രിസ്മസ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പൊ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യോസെഫും മേരിയും കുറെ നടന്നു എന്ന് പറയുന്നത്, ഒരു മുറി അന്വേഷിച്ച് കുറെ നടന്നു. അപ്പൊ അവിടെ അവർ യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് വെച്ചാൽ കുറെ നടക്കാൻ, ആ രാത്രി കുറെ നടക്കാൻ കാരണം രാത്രി അത്ര ദീർഘമായ രാത്രി ആയതുകൊണ്ടാണ്. ആ ഒരു കൺക്ലൂഷനിലാണ് December 25th നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. സാറ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും അംഗീകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. പക്ഷെ ശരിക്കും യേശു ജനിച്ചത് December 25th അല്ല. ക്രിസ്മസ് 25th യേശു ജനിച്ചത് December 25th അല്ല. കാരണം AD 300 ഒക്കെ ആയപ്പം ക്രിസ്ത്യൻസിന് അവർക്കൊരു സെലിബ്രേഷൻ. ഇത് ഹിസ്റ്ററി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും. ജസ്റ്റ് അപ്പൊ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻസ് ഒരു സെലിബ്രേഷൻ ഇല്ല. അപ്പൊ അന്നത്തെ രാജാവായ കോൺസ്റ്റന്റൈൻ പറയുകയാണ് നമുക്കൊരു സെലിബ്രേഷൻ വേണം. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന സെലിബ്രേഷൻ പറഞ്ഞ പോലെ വിന്റർ സോൾസ് പോലെ December 25th ആണ് അവർ സൺ ഓഫ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് അവർ സെലിബ്രേറ്റ് ചെയ്ത് സൂര്യന്റെ ഒരു സെലിബ്രേഷൻ ഫെസ്റ്റിവൽ. അപ്പൊ അത് കടമെടുത്താണ് നമുക്ക് December 25th ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാം എന്ന് പറയുന്ന അന്ന് രാജാവ് പറയുകയും അങ്ങനെ ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ ഏകദേശം ഒരു 1/2 നൂറ്റാണ്ടോളം ആരും ഇത് അംഗീകരിച്ചില്ല. പകുതി പേര് അംഗീകരിച്ചു, പകുതി പേര് അംഗീകരിച്ചില്ല. പക്ഷെ ഒരു നൂറ്റാണ്ടിന് ശേഷം ഓൾമോസ്റ്റ് December 25th ആയി. യേശുവിന്റെ സൂര്യന്റെ ഒരു ഫെസ്റ്റിവലാണ്. പേഗൻ ഈ ഓഡിനും അന്ന് തോറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവര് ആ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ, ഗ്രീക്ക് മിതോളജി അങ്ങനത്തെ മിതോളജി. അപ്പൊ അവരുടെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ആക്ച്വലി ഈ സണ്ണിനെ ഈ വർഷിപ്പ് ഫെസ്റ്റിവൽ. അതായത് December 25th. അങ്ങനെയാണ് December 25th ക്രിസ്മസ് ആയി വരുന്നത് ആക്ച്വലി. അപ്പം ഇത്രയും ഫേമസ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീസസിന്റെ ബർത്ത്ഡേക്ക് പോലും ഒരു അൺസർട്ടനിറ്റി, അതിന് പോലും ഒരു വ്യക്തത ഇല്ലാതെ പിന്നെ നമ്മൾ ക്രിസ്മസ് അതെന്താ ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വേൾഡ് വൈഡ് ആഘോഷിക്കുന്ന ഒരു ഹോളിഡേ ആണ് ആക്ച്വലി. മാത്രമല്ല നമ്മളൊക്കെ കമ്പനികളിലൊക്കെ നിങ്ങളൊക്കെ പലരും വർക്ക് ചെയ്യുന്നതാണ്. ഒരു വേൾഡ് വൈഡ് ഹോളിഡേ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് ഈ ക്ലയൻസ് ഒക്കെ ഒരു December 20 കഴിഞ്ഞാൽ അവരൊരു 10-15 കഴിയുമ്പോൾ തന്നെ അവർ ഹോളിഡേ മൂഡിലേക്ക് തന്നെ വന്നു. അതൊരു വേൾഡ് വൈഡ് സെലിബ്രേഷൻ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ
യേശുവിന്റെ ഇനി അവധി കേട്ടായിരിക്കും എന്നുള്ളതാണ്. 25-ാം തീയതി അല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നേ ഇനി അവധി കേട്ടതല്ലേ. യേശുവിന്റെ ജനനം അന്ന് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പിന്നെ അത് 25 ഇപ്പോഴും നമുക്കത് അറിഞ്ഞിട്ടും കൂടെ ഇപ്പോഴും കൂടെ ആഘോഷിക്കുന്നത്? അല്ല ഏതാ അപ്പൊ ആക്ച്വലി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഏത് പീരീഡിലാണ് ആക്ച്വലി അവർ പറയുന്നത് ഈ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു റേഞ്ചിലാണ് പറയുന്നത് ആക്ച്വലി. കാരണം അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ട്? അതിൽ ഒരു കാണും നമ്മള് ഈ ഈസ്റ്റർ ഏകദേശം ആ ഒരു ഇപ്പത്തെ കറക്റ്റ് ടൈമാണ്, ആ ഒരു മെയ് മെയ് ആ ഒരു ഏരിയയാണ്. അപ്പൊ അത് ബാക്ക് ചെയ്യുമ്പോൾ ഏകദേശം നവംബർ കൗണ്ട് ചെയ്യും. അക്കൗണ്ട് ചെയ്യുമ്പോൾ നവംബർ അല്ലെങ്കിൽ ഡിസംബർ. പക്ഷെ ഡിസംബർ 25 സ്പെസിഫിക് ഡേറ്റ് അല്ല, നവംബർ ഡിസംബർ ഒക്കെ ആയെന്ന് വരും ആ ഒരു കാര്യം. പക്ഷെ 25 സ്പെസിഫിക് ഡേറ്റ് വന്നത് ഇങ്ങനെയാണ്. ഉറപ്പായിട്ട് അറിയില്ല. ആ ഡേറ്റ് കൃത്യ ഡേറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ലോകത്തിലെ ആളുകൾ എല്ലാവരും വിശ്വസിക്കുന്നത് ആ ഡിസംബർ 25 ആണ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എന്നാണ്. അതെ. സോ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡേ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അൺസർട്ടൻ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദി ഇവന്റ്സ്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങള് ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ആൾക്കാരെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന കുറെ എലമെന്റ്സ് ഉണ്ട് അതിനകത്തല്ലേ. അപ്പൊ ഫസ്റ്റ് ക്രിസ്മസിലേക്ക് പോകുമ്പം എന്തൊക്കെ ഇവന്റ്സ് അവിടെ നടന്നു, എന്തൊക്കെ അവിടെ സംഭവിച്ചെന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ, ഈ ഇവര് പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഇപ്പം ജുബില് പറഞ്ഞ ട്രീയുടെ കോൺസെപ്റ്റും സ്റ്റെഫിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 24 എന്താ പറയുക, അതോടുകൂടെ ഈ സാധനങ്ങളെല്ലാം എൻഡ് ആവുക. 25th എന്ന് പറയുന്ന അപ്പോൾ ഒരു വേറെ അതൊരു ഡിഫറെന്റ് വേയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ക്രിസ്മസില് ഇപ്പൊ 24th നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബേബി ജീസസിന്റെ പാരന്റ്സ് ജോസഫ് ആൻഡ് മേരി താമസിച്ചുകൊണ്ട് നാസറത്തിലായിരുന്നു. അപ്പൊ അന്ന് അവിടെ സെൻസസ് നടക്കുക. അപ്പൊ സെൻസസിന് വേണ്ടിയിട്ട് ജോസഫിന്റെ സ്ഥലമായിട്ടുള്ള ബെത്ലഹേമിലേക്ക് ഇവര് യാത്ര ചെയ്യുക. അപ്പൊ യാത്ര ചെയ്യുമ്പം മറിയം പൂർണ്ണ ഗർഭിണിയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് അങ്ങനെയാണ് അവിടെ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് യേശു ജനിക്കുന്നതും പുൽത്തൊഴുത്തില് ജനിച്ചതൊക്കെ. അപ്പൊ ഈ സെൻസസിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്ത് സെൻസസ് ആയിരിക്കും അത്? So that is basically for tax and administrative purposes. ഒരു പുതിയ രാജാവ് വരുമ്പോൾ അവരുടെ എംപയറിലുള്ള എല്ലാവരും ഒന്ന് കണക്ക് നോക്കി. പിന്നെ അന്നത്തെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ റീജിയൻ ഓഫ് സെറ്റിൽമെന്റ് ഉണ്ട്, നമ്മൾ എവിടെ താമസിക്കുന്നത് അതനുസരിച്ചല്ല അവിടെ ടാക്സ്. നമ്മുടെ എത്നിസിറ്റി അല്ലെങ്കിൽ നേറ്റിവിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അപ്പൊ ചില എത്നിക് ഗ്രൂപ്പുകൾക്ക് കുറച്ച് ടാക്സ് ആയിരിക്കും, ചില എത്നിക് ഗ്രൂപ്പുകൾക്ക് ഭയങ്കര ടാക്സ് ആയിരിക്കും. അപ്പൊ യൂഷ്വലി എംപയർസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും ഓരോ ലോക്കൽ ഗ്രൂപ്പ്സിലെ മോസ്റ്റ് പ്രോമിനന്റ് അല്ലെങ്കിൽ മോസ്റ്റ് ക്ലെവർ ആൾക്കാരെ ഒരുമിച്ച് നിർത്തൂല. അവർ എംപയറിലെ 4 ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യും. സോ ദാറ്റ് ദേ മൈറ്റ് നോട്ട് കൺസ്പയർ അഗൈൻസ്റ്റ് ദി എംപറർ. എംപയറിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും. അവരെ സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സോ ഫോർ ടാക്സ് പേർപ്പസസ് ഇവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് കണക്ക് നോക്കി എന്നിട്ട് വീണ്ടും തിരിച്ച് അവർ പഴയ സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ബെത്ലഹേമിൽ നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. പല ഏരിയയിലുള്ള ആൾക്കാരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു സ്പേസ് കിട്ടാതെ വന്നത്. അവിടുത്തെ നേറ്റീവ്സ് ആയിരിക്കും എല്ലാവരും അങ്ങോട്ട് വരേണ്ടി വന്നു, കാരണം അതായിരുന്നു സാഹചര്യം അല്ലേ. അപ്പൊ യേശുവിടെ ജനിക്കാൻ യേശുവിന്റെ പാരന്റ്സ് അവിടെ വന്നപ്പോ പല സ്ഥലം കൊടുത്തു കാണില്ല, ഇത്രയും തിരക്കല്ലേ. അപ്പം അഗൈൻ അതും ഒരു കൈൻഡ് ഓഫ് മിസ്കൺസെപ്ഷൻ ആണ്. കാരണം നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മേരി, ജോസഫ്, ജീസസ് ആൻഡ് ആനിമൽസ്, ഈ കാലിത്തൊഴുത്ത് ആനിമൽസ്. ഇപ്പം തള്ളപ്പെട്ട നിഷേധിക്കപ്പെട്ട സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഏതോ ഒരു വഴിയായിരിക്കില്ല, അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നുള്ള കാര്യം. ശരിക്കും അതല്ലായിരുന്നു. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, യുഗില് പറഞ്ഞ പോലെ, ജോസഫിന്റെ ശരിക്കുള്ള നേറ്റീവ് എന്ന് പറയുന്നത് ബെത്ലഹേമാ. അപ്പൊ ബെത്ലഹേമിലേക്ക് ഈ റിലേറ്റീവ്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഈ എനിക്ക് തോന്നുന്നത് ഈ യേശുവിന്റെ ജനനം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളില് ഈ ഒരു വാക്യം ഉണ്ടെന്ന് തോന്നുന്നു, there was no room in the inn. അതിനെ ആസ്പദമാക്കിയിട്ടാണ് പലരും അങ്ങനെ പറയുന്നത്. പക്ഷെ അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഇന്നെന്ന് പറയുന്ന വാക്കിന് ഗ്രീക്ക് പദം കാറ്റലൂം എന്ന, അത് ഗസ്റ്റ് റൂം എന്ന. ഇന്നത്തെ പാലസ്റ്റീനിയൻ ഹോമില് ഒരു ഗസ്റ്റ് റൂം ഉണ്ടായിരുന്നു, ഒരു ലിവിംഗ് റൂം ഉണ്ടായിരുന്നു. ഈ ഗസ്റ്റ് റൂം ഫിൽഡ് ആയിരുന്നു, റിലേറ്റീവ്സ് എല്ലാം വന്നിരിക്കുകയാണ്. അപ്പൊ അത് ഫിൽഡ് ആയിരുന്നു, അവിടെ സ്ഥലമില്ല. പിന്നുള്ളത് ലിവിംഗ് റൂമില്ല. അപ്പൊ ലിവിംഗ് റൂമിലും ആൾക്കാർ തിങ്ങി നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒബ്വിയസ്ലി അവർക്ക് ഈ രാത്രി കാലങ്ങളിൽ ഇവര് ആനിമൽസിനെയും ഈ ലിവിംഗ് റൂമിലേക്ക് കയറ്റും. അപ്പൊ അവിടെ എന്തുണ്ടാവും,
പുൽത്തൊട്ടിയുണ്ട്. പുൽത്തൊട്ടിയുണ്ട്. അപ്പൊ അവിടെയാണ് യേശുവിനെ കിടത്തിയത്. യേശുവിനെ കിടത്തിയത്. അവിടെയാണ് ജന്മം കൊടുത്തത്. അപ്പം ഈ തള്ളപ്പെട്ട ഇവിടെ സ്ഥലം കിട്ടാതെ ഒരു വഴിയോരത്ത് ജനിച്ചു അല്ലെങ്കിൽ കാലിന്റെ ജനിച്ചു എന്നുള്ളതല്ല, സാധാരണക്കാരുടെ മധ്യേ സാധാരണക്കാരനെ പോലെ സാധാരണക്കാരനെ പോലെ യേശു ജനിച്ചു. അപ്പൊ ലിറ്ററലി ശരിക്കും യേശു ക്രിസ്തു ഒരു കാലിത്തൊഴുത്തിൽ പശുത്തൊട്ടിയിലല്ല ജനിച്ചത്. അല്ല, അതൊരു ആ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബിഗർ പിക്ചർ മനസ്സിലാകുന്നത്. സാധാരണക്കാരന്റെ സാധാരണക്കാരനെ ജനിച്ചു. അതുപോലെ തന്നെ ഈ യേശു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ദൂതന്മാര് വന്ന് പറയുന്നത് അതും സാധാരണക്കാരായ ആട്ടിടയന്മാരോടാണ് അല്ലെ. അപ്പൊ അതില് ആട്ടിടയന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവര് അന്നത്തെ ലിവിങ് സ്റ്റാറ്റസില് ഏറ്റവും ലോയിൽ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സമൂഹത്തില് വലിയധികം വാല്യൂ ഒന്നും കൊടുക്കാതെ നിൽക്കുന്നതായിട്ടുള്ള ആ അങ്ങനത്തെ ആട്ടിടയന്മാരോടാണ് 2 ദൂതന്മാര് വന്ന് യേശു ജനിച്ചത് പറയുന്നത്. അപ്പൊ അവരെ കണ്ടപ്പോഴേ ബൈബിളിൽ തന്നെ പറയുന്നത് അവര് ഭയപ്പെട്ടു എന്നുണ്ട്. അവര് സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു സാധനം കാണുക. അപ്പൊ അത് കണ്ടിട്ട് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു കുഞ്ഞ് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോഴത്തേനും അവരൊരു പ്രത്യേക ജോയിയോടെ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാല് ഞാൻ അപ്പൊ ആലോചിക്കുമായിരുന്നു, ആദ്യത്തെ ഇൻഫോർമേഷൻ കിട്ടിയതും സാധാരണക്കാരനായിരുന്നു. അവർക്കത് എത്രത്തോളം ഒരു ജോയ് ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മറ്റുള്ളവര് അധികം കൺസിഡർ ചെയ്യപ്പെടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്, പക്ഷെ ദൈവത്തിന്റെ ദൂതം വന്നിട്ട് ഒരു കുഞ്ഞ് ജനിച്ചതിനെ പറ്റി അവരോട് വന്ന് അറിയിക്കുമ്പം അവര് ഒബ്വിയസ്ലി അവര് എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട്, എത്രത്തോളം ആഹ്ലാദിച്ചിട്ടുണ്ടായിരിക്കും അവര്. ഇടയന്മാര് ആക്ച്വലി ആ ബേദലയം പട്ടണത്തിലല്ല, പട്ടണത്തിന് പുറത്താണ്. കാരണം ആടുകൾക്ക് കാവൽ നിൽക്കുക. അപ്പൊ ആ ഇടയന്മാര് തന്നെയുള്ളൂ, വേറെ ആരുമില്ല. കൂട്ടുള്ളത് എല്ലാവരും പട്ടണത്തില്ല, ആകെ പട്ടണം പുറത്ത് ഇവരേ ഉള്ളൂ. ഇവരെ കൂട്ടുകാർ ആടേ ഉള്ളൂ, ആടുകളെ കൂട്ടുള്ളൂ. അപ്പൊ ആ ദൈവത്തിന് ദൂതന്മാർ കൂട്ടായിട്ട് ഒരു കമ്പൈൻ ആയിട്ട് വരികയാണ്. അപ്പൊ അവരുടെ സന്തോഷം ആലോചിച്ച് നോക്കി, അവര് പ്രതീക്ഷ കാണില്ല. അപ്പൊ അവര് വന്നിട്ട് പറയുമ്പോ അവര് ആ ഭയങ്കര സന്തോഷം, എന്നാ നമുക്ക് ഒന്ന് പോയി കാണാം പറയുന്നു, ബേദലഹേം വരെ ഒന്ന് പോയി കാണാം. ആ ഒരു സന്തോഷം കൊണ്ട് അവർ പോയി കാണുമായിരുന്നു. എന്നിട്ട് അവിടെ കണ്ടപ്പോ യേശുവിനെ കണ്ടപ്പോ ആ ഒരു സന്തോഷം പൂർത്തീകരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആടുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ കുഞ്ഞിനടുത്തേക്ക് ആ സന്തോഷം കാരണം ഓടി പോവായിരിക്കും. മനോഹരമായിരിക്കുന്ന ഒരു ഇവന്റ് അല്ലേ. അവിടെ കരോത്സംഗമായിട്ട് നമ്മുടെ ദൂതസൈന്യത്തിന്റെ പാട്ട് പാടുന്നത്. ഇതെല്ലാം ഇവർക്ക് ലഭിക്കുമ്പം ഇവരെ സംബന്ധിച്ച് ഹോട്ടൽസ് നമ്മളാണെങ്കിലും അല്ലേ ഓടൂലേ. അവിടെ സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല ഈ സന്തോഷം എത്തിയത്, ഏറ്റവും ഉയർന്ന നിലയിലുള്ളവരുടെ ഇടയിലും ഈ സന്തോഷം എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളവിടെ വിദ്വാൻമാരെ കുറിച്ച് കാണുന്നു. ഇപ്പൊ നമ്മൾ പാട്ടുകളിലും കഥകളിലും കേൾക്കുന്ന 3 വിദ്വാൻമാർ. ഇവർ ആക്ച്വലി പേർഷ്യൻ എംപയർ അല്ലെങ്കിൽ ഓറിയന്റൽ കിങ്ഡംസിലുള്ള ആസ്ട്രോളജേഴ്സ് ആണ്. സോ ആസ്ട്രോളജേഴ്സ് ആർ പ്രീസ്ലി ക്ലാസ്, ഭയങ്കര പഠിത്തമുള്ളവരും സ്കോളർഷിപ്പ് ഉള്ളവരും. അവരെ ഈ നക്ഷത്രങ്ങൾ, നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളെല്ലാം നോക്കി കാലങ്ങളും സമയങ്ങളും അതുപോലെ സ്വപ്നങ്ങളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യണ ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും ഈ അബ്നോർമൽ ഫിനോമിനൻ എല്ലാം കണ്ട് ഇതെല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് ഇവിടെ ഒരു രാജാവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ സെയിം സോഷ്യൽ ലെവലിലുള്ള സെയിം സോഷ്യൽ സ്റ്റേറ്റസിലുള്ള വ്യക്തികളോടാണ് പോയി ചോദിച്ചത്. രാജാവിനോട് തന്നെ പോയി ചോദിച്ചു, ഇവിടെ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഹെറോഡ് ദി ഗ്രേറ്റ്. ഇപ്പൊ നമ്മളവിടെ കാണുന്ന സംഭവം ആട്ടിടയന്മാരോട് മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളവരോട് മാത്രമല്ല. കാരണം താഴ്ന്ന ലെവലിലുള്ളവരോട് പറയുമ്പോൾ ആരത് സ്വീകരിക്കില്ല, അവനല്ലേ അത് അത്രയൊക്കെ ഉള്ളൂ, വല്ലോ സ്വപ്നം കണ്ടായിരിക്കും എന്ന് പറയും. പക്ഷെ ഇത്ര പാണ്ഡിത്യമുള്ള ഒരു ആൾക്കാർ, ഒരു വിഭാഗവും ഇതേ മെസ്സേജ് തന്നെ കേട്ടിട്ട് അന്വേഷിച്ച് വന്നേക്കണം. So this message has gone to everyone in the society, both the rich and to the poor, the educated and the പറയുമ്പോൾ അത് പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു യൂണിവേഴ്സൽ സെലിബ്രേഷൻ ആയിട്ടാണ്. ശരിക്കും ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ ആട്ടിടയന്മാരെ കുറിച്ച് നമ്മൾ ഇന്ന് ഒരുപക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നും എങ്കിൽ പോലും നമ്മൾ ഇന്ന് ഈ പറയുന്ന സ്കോളേഴ്സിന്റെ കൂടെ തന്നെ അതൊരു ശരിക്കും ഞാൻ വിചാരിക്കുന്നത് അവരാരാന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും, പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു നമ്മളിപ്പോ ക്രിസ്മസിന്റെ ഈ പറഞ്ഞ പോലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോഴും വിദ്വാൻമാരെ വയ്ക്കുമ്പോ അപ്പൊ തന്നെ അപ്പുറത്ത് ഉണ്ട്. ശരിയാ. പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം,
നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ബൈബിളിൽ പറയുന്നത് ഇത് സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന ഒരു സന്തോഷം എന്ന് പറയാം. മഹാസന്തോഷം. ഇത് ആ ജനനം കാണാൻ പറ്റിയ 3 പേര്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റിയ 3 പേര്, ഇനിഷ്യലി അറിയാൻ പറ്റിയ 3 പേരെന്ന് പറയുന്നത് ഒരെത്ര സന്തോഷമുള്ള ആളുകളായിരിക്കാം. കാരണം ഒരു വലിയ സംഭവത്തെ കുറിച്ച് അനൗൺസ് ഒരു കാര്യം പറയുമല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഈ വൈസ്മൻ ആയിക്കോട്ടെ, അവര് അവിടുന്ന് കിങ് തന്നെ സർപ്രൈസ്ഡ് ആയിരുന്നു ഈ ഒരു കാര്യം കേട്ടത്. പുള്ളിക്കും വലിയ ഉത്തരവില്ല. ഇപ്പൊ പുള്ളിയുടെയും വിദ്വാൻമാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കൺഫേം ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച്. പക്ഷെ അവരവിടുന്ന് വീണ്ടും ഗൈഡ് ചെയ്ത് പോയിട്ട് ഈ ശിശുവിനെ കാണുമ്പോൾ അവിടെ കംപ്ലീഷൻ വരുന്നത് ജോയ് അവിടെ. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിനകത്ത് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ വളരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡ്. പക്ഷെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഈ ബൈബിളിലൂടെ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് അന്നത്തെ എംപയർ, അതായത് ഹെറോദാവിന്റെ ആ ഒരു വലിയ അല്ലെ, ഹെറോദാവാണ് അവിടുത്തെ ഒരു കാര്യം റൂൾ ചെയ്തത്. അപ്പൊ ഒരു രാജാവിനോട് വന്നിട്ട് വളരെ സ്കോളേഴ്സ് ആളുകൾ ചോദിക്കുക, എവിടെ രാജാവ് എവിടെ? പുള്ളി അറിയാതെ തന്നെ ഒരു രാജാവ്. പക്ഷെ ഈ ഒരു ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹത്തെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്തു. മാത്രമല്ല, ഇറിറ്റേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ പുള്ളി വലിയൊരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ ശേഷം, അതായത് ഈ ജനനത്തിന്റെ ആ സമയത്തല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മസീവായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു. എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളെയൊക്കെ ആ കാരണം ജനിച്ച കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, അപ്പൊ ആ കാലഘട്ടത്തെ മനസ്സിലാക്കിയിട്ട് അതിന്റെ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുക. ആ ഇവന്റ് നോക്കുമ്പോ എനിക്ക് വന്നേ, ഇവര് ചോദ്യത്തിൽ തന്നെ പുള്ളി അങ്ങ് പതറിപ്പോയി. എന്നിട്ട് പുള്ളിയുടെ തന്നെ കീഴിലുള്ള ആൾക്കാരുമായിട്ട് കൺഫേം ചെയ്തു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് പുള്ളി റിലൈസ് ചെയ്യുക ഈ വൈസ്മനിൽ ഇവര് പോയിട്ട് തിരിച്ചു വരുമായിരിക്കും, അതിനുവേണ്ടി പുള്ളി വെയിറ്റ് ചെയ്ത് എന്താ സംഭവം എന്ന് അറിയാം. പക്ഷെ അവര് വന്നില്ല. അപ്പൊ പുള്ളി, ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ ഒരു സമയത്തൊക്കെ പുള്ളിയുടെ ടെൻഷൻ എന്ന് പറയുന്നത്. കാരണം അത് പറയുമ്പോ തന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു രാജാവിന് അധികാരമുണ്ട് ആരെ വേണമെങ്കിലും കൊന്നു കളയാൻ. പക്ഷെ ഈ ശിശുവിന്റെ ജനനം ഈ രാജാവിന് ഇത്രയധികം ഇറിറ്റേറ്റ് ചെയ്യിച്ചു. അതായത് ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞുണ്ടായി, നമ്മൾ ആരെങ്കിലും കൊച്ചു കുഞ്ഞിനെ പേടിയോ? ഇല്ല. പക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊന്നുകളയാൻ തരത്തിലുള്ള ഒരു വലിയ ഭയം ഈ രാജാവിന്റെ ഹൃദയത്തിലേക്ക് ഈ ശിശുവിന്റെ ജനത്തിലൂടെ ഉണ്ടാവണം. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാൻ അതിനെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാല് ഒരു രാജാവിന്റെ ഒരു എന്താ പറയുന്ന ഒരു ക്രൂരകൃത്യം. കാരണം അയാൾക്ക് രാജാവിന് എന്ത് തരത്തിലുള്ള ഓർഡറും പുറപ്പെടുവിക്കാം, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, കൊന്നുകളയാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, യേശു ജനിച്ചപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ. പക്ഷെ അതൊരു രാജാവിന്റെ മനോഭാവമാണത്. കാരണം അദ്ദേഹത്തിന്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തെറ്റായ കാര്യം ചെയ്തു. അപ്പം കാരണം യേശു രക്ഷകനാണെന്ന് ചരിത്രങ്ങളിലും അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ പറയുന്നു. അപ്പൊ പറയും, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങള് കൊല്ലപ്പെട്ടത്? പക്ഷെ അതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. ആക്ച്വലി ഹെറോദാവൻ അങ്ങനെ ചിന്തിക്കാനും അതുപോലെ ചെയ്യാൻ ന്യായമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് അണ്ടർ ദ റോമൻ കൺട്രോൾ. ഓക്കെ, സോ റോം പുള്ളിക്ക് കൊടുത്തൊരു പദവിയാണ് യെരുശലേമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ. അപ്പോൾ യെരുശലേമിന് ഭയങ്കര പ്രോമിനൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഏരിയ ഈവൻ ദെൻ ആൻഡ് നൗ. അന്നത്തെ യെരുശലേമിന്റെ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്കണോമിക് പവർ. സോ ഇറ്റ് ഈസ് ദി ജംഗ്ഷൻ ഓഫ് വേൾഡ് ട്രേഡ് റൂട്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെപ്പർ ആയാലും ഗുജറാത്തിൽ നിന്ന് കോട്ടൺ ആയാലും അത് എത്യോപ്യയിലോട്ട് വരും. എത്യോപ്യയിലെ യെരുശലേമിലോട്ട് പോകും. യെരുശലേമിൽ നിന്നാണ് അത് റോമിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ട്രേഡ് സെന്റർ. ഇനിയിപ്പോ ലാൻഡ് വഴിയാണെങ്കിലും വിയ പാകിസ്ഥാൻ, സിറിയ, ഇറാൻ ടു യെരുശലേം ആൻഡ് ഫ്രം യെരുശലേം ടു റോം. സോ യെരുശലേം ഇസ് ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. അപ്പൊ യെരുശലേമിന്റെ ഓക്കെ, ഈവൻ ഫ്രം ഈജിപ്റ്റ്, ഓക്കെ, എത്യോപ്യ ഈജിപ്റ്റ് വഴിയാണ് യെരുശലേമിൽ പോകുന്നത്. സോ യെരുശലേമിന്റെ പ്രോമിനൻസ് കാരണമാണ് എല്ലാ എംപയേഴ്സും യെരുശലേമിന് വേണ്ടി പോകുന്നത്. സോ ഗെറ്റിംഗ് ദി അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് യെരുശലേം ഇസ് എ വെരി കവറ്റഡ് പൊസിഷൻ ആൻഡ് ദ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് യെരുശലേം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അത് ഈ ഹെറോദ് കുറെ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി കൊണ്ടുവന്നു. ഹെറോദിന്റെ 40 years ഓഫ് റെയിനിന്റെ ഇടയിലാണ് യെരുശലേം കുറെ പ്രോഗ്രസ് ചെയ്തത്, കുറെ ഡെവലപ്മെന്റ്സ് വന്നത്. അന്നത്തെ ടെമ്പിൾ വൺ ഓഫ് ദി മോസ്റ്റ് മാഗ്നിഫിഷ്യന്റ് ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. ഓക്കെ, സോ
യെരുശലേം ഇതുപോലെ ഡെവലപ്പ് ആയപ്പോൾ ഹെറോദ് ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഹെറോദിന് കുറെ എക്സ്ട്രാ ടെറിട്ടറീസ് കൊടുത്തു. ഹെറോദിന്റെ പോപ്പുലാരിറ്റി കൂടിയപ്പോൾ നാച്ചുറലി ഹെറോദിനെ തട്ടിക്കളയാനായിട്ട് വീടിന്റെ അകത്തിന്നും പുറത്തുനിന്നും സൊസൈറ്റിന്നും കുറെ ഈവൻ ഫ്രം ഫാമിലി മെമ്പേഴ്സ് ദോസ് ഹു വാണ്ടഡ് പവർ അവരും പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള അവരുടെ അൺട്രസ്റ്റും കൂട്ടാൻ തുടങ്ങി. സോ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ ഹിസ് എക്സിസ്റ്റൻസ്. സോ അതെല്ലാം പുള്ളിനാകെ മാനസികമായിട്ട് ഭ്രാന്താക്കി കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അന്നും ഇന്നും ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ബേബി ജീസസിന്റെ ജനനം ഹെറോദാന് മാത്രമായിരിക്കും ഇത്ര പ്രശ്നം, ഇത്ര പേടിയും ഭയത്തിന്റെ ഒക്കെ സമയം. ബാക്കി എല്ലാവർക്കും നമ്മൾ കാണുന്ന പോലെ ഇപ്പം ആട്ടിടയന്മാരാണെങ്കിലും 3 വൈസ് മെൻ ആണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും അതൊരു ജോയ്ഫുൾ ഒരു സംഭവമായിട്ടാണ്. വളരെ സന്തോഷത്തിന്റെയും ഒരു ബേബി ജീസസിന്റെ ജനനം. ഇപ്പൊ നമുക്കിപ്പം ഷിൻജി പറഞ്ഞ പോലെ ഈ ഒരു സീക്രട്ട് സാന്റ ഗിഫ്റ്റ് കിട്ടുമ്പോ ഈ കരോളിന് പോകുമ്പോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതൊരു മൊമെന്ററി തിങ് ആണ്. അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് ആ സർക്കംസ്റ്റൻസ് ആണ്, ഒരു എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ് ആണ്. ആ സർക്കംസ്റ്റൻസിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു, ആ ഹാപ്പിനെസ് ഫിനിഷ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്ക്വയർ വണ്ണിലേക്ക് നമ്മൾ പോവാണ്. വീണ്ടും പഴയ ജീവിതം, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. പക്ഷെ ജോയ് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ കാണുന്നത് ഇവരൊക്കെ ഭയങ്കര ജോയ്ഫുൾ ആയിരുന്നു. അപ്പം ഈ ജോയും ഹാപ്പിനെസ്സും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് മൊമെന്ററി ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞു അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലൈ വന്നു കഴിഞ്ഞാൽ അത് തീർന്നു. പക്ഷെ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് ആണ്. അത് ഇറ്റ് കംസ് ഫ്രം വിത്തിൻ. അത് റൂട്ടഡ് ഇൻ അവർ പേർപ്പസ്, ആ ഒരു സ്പിരിച്വാലിറ്റി അതിലൊക്കെ റൂട്ട് ചെയ്തിരിക്കുന്നതാണ് ജോയ് എന്ന് പറയുന്നത്. അപ്പൊ ഹാപ്പിനെസ് ഒരു സർഫസ് ലെവൽ ഇമോഷൻ ആണ്. ജോയിലേക്ക് പോകുമ്പോൾ അപ്പൊ അവരൊക്കെ ഭയങ്കര ജോയ്ഫുൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹാർഡ്ഷിപ്പിന്റെ ഇടയ്ക്കും നമുക്ക് ജോയ്ഫുൾ ആകാൻ പറ്റും. അതാണ് ഡിഫറൻസ്. അവിടെ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആണെങ്കിൽ പോലും ആട്ടിടിയന്മാരുടെ കേസ് എടുക്കാം. അവരുടെ ലൈഫ് എന്ന് പറയുന്നത്, ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് വാസ് നോട്ട് ഈസി, റൈറ്റ്? പക്ഷെ അതിന്റെ എമിഡ്സ്റ്റിലും അവർ ആ ജോയ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ ഇവരായിക്കോട്ടെ, ഈ വൈസ്മെൻ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഇത്ര ജോയ്ഫുൾ ആകാനുള്ള കാരണം എന്താണ്? വാട്ട് വാസ് ദ റീസൺ? ഇപ്പൊ നമ്മൾ നോക്കിയ പോലെ അതൊരു വെറും ഒരു പാസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്ററി സ്റ്റഫിന് വേണ്ടിയിട്ടല്ല അവര് ജോയ്ഫുൾ ആയത്. There was a reason for it, right? എന്താ കാരണം ഇങ്ങനെ ജോയ്ഫുൾ ആകാനായിട്ട്, അത് ലാസ്റ്റ് ചെയ്യാനായിട്ട്? ഈവൻ ദോ എമിഡ്സ്റ്റ് ഹാർഡ്ഷിപ്സ് അവർക്ക് ഇങ്ങനെ സന്തോഷിക്കാനായിട്ട് പറ്റുന്നതിന്റെ കാരണം എന്തായിരിക്കും? അന്ന് അവരുടെ ജോയ് കൊണ്ടുവന്ന യേശു ക്രിസ്തുവായിരുന്നു. Center of attraction was Jesus. Yeah. So even in all these traditions, it was Jesus in the midst of them all. Yeah. So is he still in the midst in all these celebrations? ഇപ്പൊ നമ്മൾ സാന്താക്ലോസിന്റെ ഹിസ്റ്ററി കണ്ടു, അല്ലെങ്കിൽ സ്റ്റാറിന്റെ ഹിസ്റ്ററി. പക്ഷെ അതെല്ലാം അങ്ങ് ഒത്തിരി ചേഞ്ച് ചെയ്യും. പ്ലം കേക്ക് നമ്മൾ പറഞ്ഞു, അതെല്ലാം അവിടെ നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ ഒരു ഫസ്റ്റ് ക്രിസ്മസ് വാസ് സോ ജോയ്ഫുൾ. So nevertheless, in the midst of all these, we have Jesus in the picture. നമ്മുടെയും ഇന്നത്തെ സെലിബ്രേഷനിൽ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടോ? ജുബിൽ പറഞ്ഞ ആ പോയിന്റ് വെരി വാലിഡ് പോയിന്റാണ്. കാരണം റിയൽ ക്രിസ്മസ് എന്ന് പറയുന്നതും ശരിക്കും ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് അതായത് ഇന്ന് കാണപ്പെടുന്ന ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നതും ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ ട്രഡീഷനും അതിന്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ എടുത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ അത് എന്തായാലും ഡിഫറെന്റ് ആണ്. രണ്ട്, ഇതിന്റെ ഈ ഡേറ്റ് തന്നെ ചിലതൊക്കെ ഇൻവാലിഡ് ആണ്. അതായത് പല കാര്യങ്ങളും ഇൻവാലിഡ് ആണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇന്ന് ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതൊരു ശരിക്കും, കാരണം മനുഷ്യനൊരു മിത്തിനെ ഫോളോ ചെയ്യുവാണ്. പക്ഷെ അതല്ല റിയൽ എന്നുള്ളത് എന്താ പറയുന്ന, അത് മനസ്സിലാക്കേണ്ട ഒരു നീഡുണ്ട് ശരിക്കും. വാട്ട് ഈസ് റിയൽ ക്രിസ്മസ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഞാനത് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ ജോയ് കണ്ടിന്യൂ ചെയ്യുന്നതാ. ഇപ്പം ക്രിസ്മസിന്റെ സമയത്ത് മാത്രം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുവല്ല, നമ്മൾ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഈ ബേബി ജീസസ് ഉണ്ടായതിന്റെ കാരണം. അതിന് വേണ്ടിയിട്ടാണ് ഓൾവേസ് നമ്മൾ ജോയ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്മസ് കഴിഞ്ഞ ഈ പറയുന്ന ഈ സാന്റാക്ലോസിന്റെയും ഗിഫ്റ്റിന്റെയും ആ സന്തോഷം കഴിയും. പക്ഷെ ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ജീസസും കൂടെ വേണം. അപ്പോഴാണ് ആ ക്രിസ്മസിന്റെ സന്തോഷം ഇടയന്മാരെ വന്ന് കണ്ടപ്പോൾ സന്തോഷം പൂർത്തീകരിച്ച പോലെ അത് ഫുൾ ഉണ്ടാവുന്നത്. നമ്മളെ യേശുവിനെ കണ്ടെങ്കിൽ മാത്രമേ ആ സന്തോഷം പൂർത്തീകരണമാവുള്ളൂ.